വെൽക്കം ബാക്ക്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ശരിക്കും ഈ ഒരു മാച്ച് പ്രീവ്യൂ ചെയ്യുമ്പോൾ സ്പോർട്ടിംഗ് ഡൽഹിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു സ്ട്രോങ് ടീമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയേഴ്സ് പൊട്ടൻഷ്യൽ അനുസരിച്ച് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ 3 പോയിന്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ പേര് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ്, നമ്മുടെ ചരിത്രം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുൻധാരണയുമായിട്ട് ഈ ഒരു മത്സരത്തിനെ അപ്രോച്ച് ചെയ്യാൻ ഞാൻ റെഡിയല്ല. എന്തായാലും ആദ്യത്തെ മത്സരത്തിലെ പോരായ്മകളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. കുറെ പേർക്ക് എതിരഭിപ്രായമുണ്ട്, കുറെ പേര് എന്നോട് യോജിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോ മേക്കിംഗ് പ്രോസസ്സിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആൻഡ് ഒരു കമ്മ്യൂണിറ്റിയിൽ രണ്ട് അഭിപ്രായമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതും നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കേൾക്കണം. കാരണം ഈ വീഡിയോയിലും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവും. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആക്ച്വലി ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അവരത് എത്രത്തോളം അഡ്മിറ്റ് ചെയ്തില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടൂർണമെന്റിൽ അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ടീമിനെ ഒന്ന് സെറ്റ് ആക്കുക, ഈ കോച്ചിന്റെ കീഴിൽ കുറച്ച് കോമ്പറ്റേറ്റീവ് മാച്ചുകൾ കളിക്കുക, അതൊക്കെ തന്നെയാണ് അവരുടെ മെയിൻ ഉദ്ദേശം. ഇത് അവർ പബ്ലിക്കലി അഡ്മിറ്റ് ഒന്നും ചെയ്യില്ല. കാരണം എല്ലാ ടീമും പറയുന്നത് എല്ലാ കോമ്പറ്റീഷനും നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കുന്നതെന്നാണ്. പക്ഷേ ടെക്നിക്കലി നമുക്കറിയാം, നമ്മളെപ്പോലെ അത്രയും വലിയ എക്സ്പെക്ടേഷൻസോ പ്രതീക്ഷയുടെ ഭാരമോ അവരിൽ എന്തായാലും ഇല്ല. ആൻഡ് അതുകൊണ്ട് തന്നെ അവർ ഇത്തിരി ഡേഞ്ചറസ് ആണ്. തോമസ് ജോർജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രോപ്പർ കോച്ചാണ്. ആദ്യത്തെ മത്സരത്തിന് ശേഷം പുള്ളി നല്ലോണം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവും. പോരാത്തതിന് അടുത്ത മാച്ച് നമ്മൾക്കെതിരെയും കൂടിയാണ്. പുള്ളിക്ക് അറിയാവുന്ന ടീം, പുള്ളിക്ക് അറിയാവുന്ന പ്ലെയേഴ്സ്. അപ്പം മര്യാദയ്ക്ക് നമ്മുടെ ഡ്യൂട്ടി നമ്മൾ പിച്ചിൽ ചെയ്തില്ലെങ്കിൽ അവരെന്തായാലും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഈ ഒരു മത്സരം എത്രത്തോളം നമ്മളൊരു ഗോളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് പോകുന്നോ അത്രത്തോളം ഈ മത്സരം നമ്മൾ തോക്കാനുള്ള ചാൻസുകളും കൂടും. ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ മത്സരത്തിലെ പോലെ തുടക്കത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കാതെ പതുക്കെ കളിച്ച് അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ഗോൾ അടിച്ച് രക്ഷപ്പെടാമെന്നാണ് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കളിയിൽ നമുക്ക് പണി കിട്ടും. നിലവിലെ സാഹചര്യത്തിൽ ഈ ഗ്രൂപ്പിലെ ഫേവറേറ്റ്സ് മുംബൈ സിറ്റിയാണ്, അതിൽ സംശയമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനാവുന്നത് ഈ ഒരു മത്സരത്തിൽ സ്പോർട്ടിങ്ങിനെതിരെ നല്ലോണം കളിക്കുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഗോളുകൾ അടിച്ച് ജയിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഒരു ടോപ്പ് ഓഫ് ദ ടേബിൾ ക്ലാഷ് പൊട്ടൻഷ്യലി മുംബൈ സിറ്റി രാജസ്ഥാനെ തോൽപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഡു ഓർ ഡൈ മാച്ചാണ്, ഒരു ടെക്നിക്കലി നോക്കൗട്ട് സ്റ്റേജിന് മുമ്പുള്ള ഒരു നോക്കൗട്ട് മാച്ച്. ആ ഒരു മാച്ചിൽ നല്ലൊരു ഫോമിൽ കളിച്ച് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക. ഈ മത്സരം ജയിച്ചാൽ പോലും നമ്മൾ ആ മാച്ചിൽ ഫേവറേറ്റ്സ് ആണെന്ന് നമുക്ക് ആർക്കും ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം മുംബൈ സിറ്റിയുടെ ക്വാളിറ്റി നമുക്കറിയാം. അവർ തീർച്ചയായിട്ടും ഈ ഒരു കോമ്പറ്റീഷനെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പീറ്റർ ക്രാക്കി പറഞ്ഞിട്ടുണ്ട്, ഇത് ഏഷ്യയിലേക്ക് കളിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നൽകുന്ന ഒരു ടൂർണമെന്റ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജയിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നതെന്നും. ആൻഡ് അവരുടെ ആദ്യത്തെ കളിയിൽ തന്നെ ആ തുടക്കത്തിൽ തന്നെ അവരിൽ നിന്ന് ആ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് കാണാനുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ടൂർണമെന്റിനെ ഗെയിം ബൈ ഗെയിം അപ്രോച്ച് ചെയ്യണം. ഒരു നോക്കൗട്ട് ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ പല അട്ടിമറികളും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന ടീം ഫേവറേറ്റ് ആണെങ്കിലും അവർ ഈ ടൂർണമെന്റ് ജയിക്കുമെന്നൊന്നും പറയാറായിട്ടില്ല. ഓബിയസ്ലി നിലവിൽ നമ്മളെക്കാട്ടും ബെറ്റർ ആയിട്ട് കളിക്കുന്ന ഒരുപാട് ടീംസ് ഈ ടൂർണമെന്റിലുണ്ട്. അവരിൽ ചിലരൊക്കെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് നമ്മളൊന്ന് കടന്നു കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരു സെമി ഫൈനലും ഒരു ഫൈനലും ഉള്ളൂ. വെറുതെ പ്രതീക്ഷ ഉയർത്തുന്നതല്ല, ഈ മത്സരവും മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരവും ജയിച്ചാലേ അങ്ങനെയൊക്കെ സ്വപ്നം കാണാനുള്ള എന്തെങ്കിലും ഒരു റിയലിസ്റ്റിക് ചാൻസ് നമുക്കുള്ളൂ. അപ്പോൾ ഒട്ടും വൈകാതെ ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയെ തോൽപ്പിക്കാൻ ചെയ്യേണ്ട 3 കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ആദ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, ഒരുപക്ഷെ നിങ്ങളിൽ ഒരുപാട് പേർക്ക് യോജിപ്പുള്ള ഒരു അഭിപ്രായം കൊണ്ട് തന്നെയാണ്, ഈ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ദൂഷാൻ ലഗത്തോർ എന്തായാലും ഉണ്ടാവണം. നമ്മുടെ ചാനൽ പണ്ട് തൊട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ ദൂഷാനെ കുറിച്ച് എപ്പോഴും അത്ര നല്ല കാര്യങ്ങളല്ല പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ ക്ലബിൽ ലോങ് ടേം ആയിട്ട് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന രീതിയിൽ വലിയൊരു ഇമ്പാക്ട് ദൂഷാൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട്. കഴിഞ്ഞ സീസണിൽ യൂറോപ്പിൽ നിന്നും നമ്മളൊരു ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു പ്ലെയർ എന്ന രീതിക്ക് ആ ഒരു ലെവലിൽ ദൂഷാൻ ഇതുവരെ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അത് തന്നെയാണ് എൻ്റെ പേടി. പക്ഷേ ഇറ്റ്സ് ബെറ്റർ ദാൻ നത്തിങ്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഒരു ഓപ്ഷൻ ലഗത്തോർ മാത്രമാണ്. ലഗത്തോറിന്റെ പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ മിഡ്ഫീൽഡിൽ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രസൻസ് ഉണ്ട്. ആ ഒരു പ്രസൻസ് നമ്മുടെ മിഡ്ഫീൽഡിൽ ഇല്ലെങ്കിൽ നമ്മൾ വളരെ ഓപ്പൺ ആണ്, ഈസി ടു അറ്റാക്ക് ആണ്. അത് നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടതുമാണ്. ദാനിഷ് ഫറൂഖിന് ഈ റോള് കളിക്കാനുള്ള ഡിസിപ്ലിൻ ഇല്ല, വിപിൻ ഈ റോള് കളിക്കാനുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഇല്ല. ലൂണയുടെ ബെസ്റ്റ് പൊസിഷൻ നമ്പർ 10 ഒരു ഫ്രീ റോളിലുമാണ്.
ഫ്രെഡിക്കും അസറിനും അതിന് വേണ്ട എക്സ്പീരിയൻസും ആയിട്ടില്ല. ഇങ്ങനെ ഒരു മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് അവരെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായവും ഇല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ലഗത്തോർ ലൈനപ്പിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായി കളിച്ചാൽ രക്ഷപ്പെട്ടു. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ മിഡ്ഫീൽഡിലെ ആൻഡ്രെ ആൽബനെ നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. ബോക്സിലേക്ക് ലേറ്റ് റണ്ണുകൾ മേക്ക് ചെയ്യാനും അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ കളിയുടെ ടെമ്പോ സെറ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ നമുക്കെതിരെ ഹൈദരാബാദിന് വേണ്ടി ഗോളും അടിച്ചിട്ടുണ്ട്. ആൽബയ്ക്ക് മിഡ്ഫീൽഡിൽ ടൈമും സ്പേസും കൊടുക്കാതെ ബോൾ വിൻ ചെയ്യാനുള്ള ഡ്യൂട്ടി കോച്ച് ലഗത്തോറിന് കൊടുക്കണം. ആ ഡ്യൂട്ടി ലഗത്തോർ നല്ലോണം ചെയ്യണം. ഇത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഓബിയസ്ലി മിഡ്ഫീൽഡിൽ ഇങ്ങനെ ലഗത്തോറിന്റെ ഒരു പ്രസൻസ് വരികയാണെങ്കിൽ അടുത്ത ചോദ്യം നമ്മൾ എങ്ങനെ ഡൽഹിയെ എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഞാൻ മുംബൈക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ നോട്ടീസ് ചെയ്തത് ഡൽഹിയുടെ കയ്യിൽ നിന്ന് ബോൾ പോയി കഴിയുമ്പോൾ അവരുടെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, ആ ഫൈനൽ തേർഡിൽ ഇഷ്ടം പോലെ സ്പേസ് ആണ്. ഇൻഫാക്ട് ഏക്കർ കണക്കിന് സ്പേസ് ആണ് മുംബൈയുടെ ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ആ ഒരു കളിയിൽ എൻജോയ് ചെയ്തത്. ഒരു രീതിയിലുള്ള പ്രഷറും ഇല്ല, വളരെ ഓപ്പൺ ആയിട്ട് കളിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ലൈനപ്പിൽ തന്നെ അവർ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ സ്പേസുകൾ കളിയിൽ എപ്പോഴെങ്കിലും ഒക്കെ ഓപ്പൺ ആവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടൊരു അവസ്ഥയുണ്ട്, കോൾഡോ ഒബിയറ്റ് ഒരുപാട് ഡീപ്പായിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് ബോൾ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസ്ഥ ഇവിടെ വരരുത്. കാരണം മെയിൻലി ഇപ്പം 3 മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് ഉണ്ടാവും, നമ്മുടെ 3 മിഡ്ഫീൽഡ് പ്ലേയേഴ്സ് ഉണ്ടാവും അവിടെ. പിന്നെ അവർ 3 at the back ആണ് കളിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഒരു നമ്പർ 9 അവിടെ ഉണ്ടായിരിക്കണം. ആ ഡിഫൻഡേഴ്സിന് മുമ്പിൽ അവരെ ഒന്ന് എൻഗേജ് ചെയ്യാനുണ്ടായിരിക്കണം. ഈ ഒരു പ്ലെയർ ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ അവരിൽ ഒരു പ്രഷറും ഉണ്ടാവില്ല, അവർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് കളിക്കാം. കഴിഞ്ഞ കളിയിൽ ആക്ച്വലി മുംബൈ സിറ്റിക്കെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡൽഹിയുടെ ആ സെന്റർ ബാക്ക് ഇല്ലേ റാഫേൽ റിബേറോ ആക്ച്വലി പ്രസ്സിനോട് അത്ര അഡാപ്റ്റ് ആയിട്ടില്ല. ഡിയാസും വിക്രം പ്രതാപ് സിംഗും ഒക്കെ പ്രസ് ചെയ്യുമ്പോൾ പുള്ളി നല്ല പ്രഷറിലാവുന്നുണ്ടായിരുന്നു. ആൻഡ് ബോൾ ബാക്കിൽ നിന്നും പ്ലേ ഔട്ട് ചെയ്യുന്നതൊക്കെ പലതും ഇന്നാക്യുറേറ്റ് ആയിരുന്നു. ആ ഒരു പ്ലെയറിനെ ശരിക്കും കോൾഡോയ്ക്ക് നല്ലോണം എൻഗേജ് ചെയ്ത് നിർത്താനാവുകയാണെങ്കിൽ ഈ സ്പേസുകൾ ഓപ്പൺ അപ്പ് ആവുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ നമുക്കൊരു റൂട്ട് തുറന്ന് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് എഡ്രിയൻ ലൂണ ഈ കളി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള. എനിക്കറിയാം കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറച്ച് പേരൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ലൂണയുടെ കാലം കഴിഞ്ഞു, ലൂണ ഒട്ടും പെർഫോം ചെയ്യുന്നില്ല, ഇതാണ് പിടിച്ച് മാറ്റേണ്ട സമയമായി, എന്തുകൊണ്ടാണ് ലൂണയെ കുറിച്ച് സംസാരിക്കാത്തത്, ലൂണയെ കുറിച്ച് പറയാൻ പേടിയാണോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഇപ്പം പറയാം. എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പം അതിൻ്റെ ബേസ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പ്ലെയറിനെ ഒരിക്കലും നിങ്ങൾ സ്റ്റാറ്റ് വെച്ച് മാത്രം ജഡ്ജ് ചെയ്യരുത്. ഒരു പ്ലെയറിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ എടുത്തിട്ട് അവരുടെ വിക്കിപീഡിയോ ട്രാൻസ്ഫർ മാർക്കറ്റ് തുറന്നിട്ട് 10 മത്സരത്തിൽ ഇവൻ 2 അസിസ്റ്റും 2 ഗോളും നൽകിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇവൻ ഒരു മോശം പ്ലെയറാണ് എന്ന് നിങ്ങൾ മുദ്ര കുത്തുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായൊരു ചിന്താഗതിയാണ്. ഓരോ പ്ലെയറിനെയും നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് അണ്ടർലൈങ് ഫാക്ടേഴ്സ് ഉണ്ട്. അവർ ഏത് പൊസിഷനിൽ കളിക്കുന്നു, അവർ ഏത് ടീമിൽ കളിക്കുന്നു, അവർ ടീമിന് വേണ്ടി ചെയ്യുന്ന റോൾ എന്താണ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ലൂണയുടെ കാര്യത്തിലും അത് നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഈ ടീമിൻ്റെ ലീഡർ, ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ക്രിയേറ്റീവ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൂണയുടെ ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് ഫാക്റ്റുകളും ഉണ്ട്, അത് ഞാൻ പറയാം. ഫാക്ട് നമ്പർ 1, ലൂണ അല്ലെങ്കിൽ ഈ മിഡ്ഫീൽഡ് 3യിൽ ഈ ഒരു ക്രിയേറ്റീവ് റോള് നമുക്ക് വേണ്ടി ആര് കളിക്കും? നമ്മുടെ ടീമിൽ, നിലവിലെ ടീമിൽ എന്തായാലും ഇനി പുതിയ ഒരു സൈനിങ്ങുകളൊന്നും വരാൻ പോകുന്നില്ല. കുറച്ച് പേർക്ക് ആർഗ്യൂ ചെയ്യാൻ വേണമെങ്കിൽ ടിയാഗോനെ നമുക്ക് കളിപ്പിക്കാം. ടിയാഗോ അവിടെ കളിച്ച് പരിചയമുണ്ട്, സമ്മതിച്ചു, കളിച്ച് പരിചയമുണ്ട്, നല്ല ലെവലിൽ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. പക്ഷെ പുള്ളിയുടെ ആദ്യത്തെ സീസണാണ്, ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഫസ്റ്റ് മാച്ച് ആയിരിക്കും പൊട്ടൻഷ്യലി അടുത്ത് കളിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ മാത്രം കളിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ പറയാറില്ലേ ഹ്യൂഗോ ബൂമൂസിന്റെ ലെവലിലുള്ള ഒരു പ്ലെയർ വേണം, മാദി തലാലിന്റെ ബെസ്റ്റ് സീസണിൽ കളിച്ചൊരു പ്ലെയർ ഇവിടെ വേണം, ഗ്രെഗ് സ്റ്റുവർട്ട് ജംഷഡ്പൂരിൽ കളിച്ച പോലത്തെ ഒരു ആ ലെവലിൽ വേണം ലൂണ കളിക്കാൻ. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ മിഡ്ഫീൽഡും അവരുടെ ബെസ്റ്റ് പെർഫോമൻസ്, ഈ പറഞ്ഞ പ്ലെയേഴ്സ് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരുടെ കൂടെ കളിച്ച പ്ലെയേഴ്സിനെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്ക്. അതാണ് ഞാൻ പറയുന്നത്. ഒരു ടീമിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ സെറ്റപ്പ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. റഫ്ലി ആവറേജ് പറയുകയാണെങ്കിൽ ഗോവയിൽ ഹ്യൂഗോ ബൂമൂസ് കളിച്ചു. ആരോട് കളിച്ചത്? ജാഹു, ലെനി റോഡ്രിഗസ്, പ്രണോയ് ഹൽദർ ഉണ്ടായിരുന്നു കുറച്ച് സമയം, ഇഫ് ഐ എം നോട്ട് റോങ്. മുംബൈ സിറ്റിയിൽ പോയി, അവിടെ ജാഹു ഉണ്ടായിരുന്നു, റൗളിൻ ബോർജസ് ഉണ്ടായിരുന്നു, റൈനിയർ ഉണ്ടായിരുന്നു. ടെക്നിക്കലി ഈ ലീഗ് കണ്ടിരിക്കുന്ന സം ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ്. അതിൻ്റെ കൂടെ ഒരു ഫ്രീ റോളാണ് ബൂമൂസ് കളിക്കുന്നത്. 0 ഡിഫൻസീവ് വർക്ക് റേറ്റ്, ഓഫ് ദ ബോൾ ഒന്നും ചെയ്യേണ്ട കാര്യം ബൂമൂസിന് ഇല്ല ഈ ഒരു ടീമിലും. പിന്നെ എ ടി കെയിൽ പോയില്ലേ, എ ടി കെയിൽ പോയപ്പോൾ ആരോട് കളിച്ചത്? ജോണി കൗക്കോ, കാൾ മഖ്യൂ, ഈ ലീഗ് കണ്ടിരിക്കുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് DMs. കാൾ മഖ്യൂ, ദീപക് തങ്കരി. ഒഡീഷയിൽ വന്നു, ജാഹു ഉണ്ടായിരുന്നു, പൂട്ടിയ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇല്ലേ? നമ്മുടെ ടീമിലോട്ടൊന്ന് നോക്കിയേ, ആരുണ്ടായിരുന്നു? ലൂണ ഒരു നമ്പർ 10 റോള് കളിക്കുമ്പോൾ മിഡ്ഫീൽഡിന്റെ ബേസിൽ
ഇത്രയും ക്വാളിറ്റി ഉള്ള ഏത് പ്ലെയറാണ് ഉണ്ടായിട്ടുള്ളത്? അതുപോലെ മാദി തലാൽ പഞ്ചാബിൽ കളിച്ചപ്പോൾ നിഖിൽ പ്രഭു ഉണ്ടായിരുന്നു കൂടെ. ഗ്രെഗ് സ്റ്റുവർട്ട് ജംഷഡ്പൂരിൽ ഒരു ഔട്ട് ഓഫ് ദ വേൾഡ് സീസൺ ആയിരുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഗ്രെഗ് സ്റ്റുവർട്ട് കളിച്ച ടീമുകളൊന്നും നോക്കിയേ, മുംബൈ സിറ്റിയിൽ നല്ല നമ്പേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൂയൻ ജാഹുവിൻ്റെയും കൂടെ കളിച്ചത്. ആക്ച്വലി സ്റ്റുവർട്ടിന്റെ അറൗണ്ട് ഉള്ള പ്ലേയേഴ്സിനെ നിങ്ങൾ നോക്കണം. അപ്പുയ, ജാഹു, ബിബിൻ സിംഗ്, ചാങ്തെ, പെരേര ഡിയാസ്. ഇതിന്റെ നടുക്കാണ് ഗ്രെഗ് സ്റ്റുവർട്ട് ഫ്രീ റോൾ കളിക്കണം. എങ്ങനെ ഗോളും അസിസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യാണ്ടിരിക്കും ഈ ഒരു സിസ്റ്റത്തിന്റെ അകത്തൊരു നമ്പർ 10 കളിച്ചു കഴിഞ്ഞാൽ? ലൂണ ഈ സിസ്റ്റത്തിൽ കളിച്ചാൽ ഗോളും അസിസ്റ്റും പ്രൊഡ്യൂസ് ചെയ്യില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ അണ്ടർലൈങ് ഫാക്ടേഴ്സ്. ഇതൊന്നും സ്റ്റാറ്റുകൾ കൊണ്ട് മാത്രം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്ലെയർ ഓഫ് ദി ബോൾ ചെയ്യുന്ന വർക്ക്, ടീമിന് വേണ്ടി ചെയ്യുന്ന വർക്ക്, അവരുടെ ചുറ്റുമുള്ള പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു, നിങ്ങൾ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ഇതിൻ്റെ അകത്തൊരു റോള് ചെലുത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഞാൻ പെട്ടെന്ന് കുറച്ച് നമ്പേഴ്സ് പറഞ്ഞു കേട്ടോ. 2021-22 സീസൺ മോഹൻ ബഗാൻ, ഹ്യൂഗോ ബൂമൂസ് കളിച്ചത് 19 മത്സരങ്ങൾ, 5 ഗോള് 7 അസിസ്റ്റ്, അപ്പോൾ മൊത്തം 12 ഗോൾ കോൺട്രിബ്യൂഷൻ. ഈ ഗോൾ കോൺട്രിബ്യൂഷനുകൾ നേടിയ ഓരോ മത്സരത്തിലും ബൂമൂസ് കളിച്ചിട്ടുള്ളത് ഒന്നില്ലെങ്കിൽ ഒരു നമ്പർ 10 ഫ്രീ റോള് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഫോർവേഡ് ആയിട്ട്. പിന്നിൽ കളിച്ചിട്ടുള്ള ഹ്യൂഗോ ബൂമൂസിന് പ്രൊട്ടക്ഷൻ ആയിട്ട് പിന്നിൽ മിഡ്ഫീൽഡിൽ കളിച്ചിട്ടുള്ള പ്ലെയേഴ്സ്, ഈ 4 പ്ലെയേഴ്സിൽ 2 പേര് എന്തായാലും മിനിമം കളിച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ലെനി റോഡ്രിഗസ്, അല്ലെങ്കിൽ കാൾ മക്യൂ, അല്ലെങ്കിൽ ദീപക് തങ്ക്രി, അല്ലെങ്കിൽ ജോണി കൗക്കോ. ഈ സെയിം സീസൺ 2021-22 ലൂണയുടെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ആദ്യത്തെ കൊല്ലം കളിച്ചത് 23 മത്സരങ്ങൾ, 6 ഗോള് 7 അസിസ്റ്റ്, അതായത് മൊത്തം 13 ഗോൾ കോൺട്രിബ്യൂഷൻ. ബൂമൂസിനേക്കാളും ഒരെണ്ണം കൂടുതൽ. നോ ഇഞ്ചുറി, നോ സസ്പെൻഷൻ, പ്ലേഡ് എവറി ഗെയിം. ആ ടീം ഫൈനലിലെത്തി. ആൻഡ് ദ ക്രേസി തിങ് ഇസ്, ഈ ഗോളോ അസിസ്റ്റോ നേടിയേക്കുന്ന ഒരു മത്സരത്തിൽ പോലും ലൂണ നമ്പർ 10 റോള് കളിച്ചിട്ടില്ല. തൊട്ടടുത്ത സീസൺ 2022-23 ഹ്യൂഗോ ബൂമൂസ് മോഹൻ ബഗാനിൽ തന്നെ, മോഹൻ ബഗാൻ ബീങ് മോഹൻ ബഗാൻ, അവരവരുടെ കോറ് മൊത്തം റീറ്റെയിൻ ചെയ്തു. ഞാൻ ഈ നേരത്തെ പറഞ്ഞ 4 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഇല്ലേ, അവരെല്ലാവരും ഈ സീസണിലും ഉണ്ടായിരുന്നു. ബൂമൂസ് കളിച്ച 26 മത്സരങ്ങളിൽ 16 എണ്ണത്തിലും സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഇവരുടെ മുമ്പിൽ ഒരു ഫ്രീ റോളാണ് ബൂമൂസ് കളിച്ചിട്ടുള്ളത്. 6 ഗോൾ 7 അസിസ്റ്റ്, 13 ഗോൾ കോൺട്രിബ്യൂഷൻ. 2022-23 എങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് നമുക്കറിയാം. ഫൈനൽ എത്തിയിട്ട് അടുത്ത സീസൺ വാസ്കേസും ഡിയാസും പോയി, നമ്മുടെ അറ്റാക്ക് കംപ്ലീറ്റ്ലി ട്രാൻസിഷനിലോട്ട് പോയി. വെറും 2 കളികളിൽ മാത്രമാണ് ആ സീസണിൽ ലൂണ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് കളിച്ചത്. എന്നിട്ടും 4 ഗോളും 6 അസിസ്റ്റും നേടി, 10 ഗോൾ കോൺട്രിബ്യൂഷൻ. ബൂമൂസിനേക്കാളും 3 എണ്ണം മാത്രം കുറവ്. 2023-24 2 പേർക്കും ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു, ബൂമൂസിനും ലൂണയ്ക്ക് ആ നീ ഇഞ്ചുറി വന്ന ആ സീസണാണ്. എന്തായാലും ആ സീസണിൽ ഇഞ്ചുറി ഉണ്ടായിട്ടും ഐ തിങ്ക് ബൂമൂസ് 23 മത്സരങ്ങൾ കളിച്ചു, 3 ഗോള് 4 അസിസ്റ്റ്. ലൂണ 12 മാച്ചേ കളിച്ചുള്ളൂ, അതായത് ബൂമൂസിനേക്കാളും 11 മത്സരങ്ങൾ കുറവ്. എന്നിട്ട് 4 ഗോളും 5 അസിസ്റ്റും അടിച്ചു, 2 ഗോൾ കോൺട്രിബ്യൂഷൻ കൂടുതൽ. 2024-25 കഴിഞ്ഞ സീസൺ ഒഡീഷയിലാണ് ബൂമൂസ് കളിക്കുന്നത്. പിന്നിൽ കളിക്കുന്നത് ജാഹു, പൂറ്റിയ. ഇവരുടെ മുമ്പിലാണ് ഒരു സെൻട്രൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, സ്ട്രൈക്കർ റോളിൽ കളിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് വിങ്ങിലും കളിച്ചിട്ടുണ്ട്. 22 മത്സരങ്ങൾ, 6 ഗോളുകൾ 7 അസിസ്റ്റ്. ലൂണയുടെ കഴിഞ്ഞ സീസണിലെ നമ്പേഴ്സ് 27 മാച്ച് 8 അസിസ്റ്റ്, ഗോളുകളൊന്നും അടിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലബിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കെയോട്ടിക് ആയിട്ടുള്ള ഒരു സീസൺ കഴിഞ്ഞ കൊല്ലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് മോശം സീസണുകൾ ഉണ്ടായിട്ടില്ലെന്നല്ല, പക്ഷേ ഓവറോൾ ഒരു ക്ലബിന്റെ പ്രശ്നം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലെയേഴ്സിന്റെ കോൺഫിഡൻസ് ഇഷ്യൂസ്, ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ, ഫാൻസിന്റെ പ്രൊട്ടസ്റ്റ്. ഇത്രയും സ്റ്റാറ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ പലരും പറയുന്ന പോലെ ഈ ആനയാടും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ ഹ്യൂഗോ ബൂമൂസ് ഇങ്ങനെ ഒരു ടീമിലാണ് കളിക്കുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിലാണ് കളിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഹ്യൂഗോ ബൂമൂസ് ഈ 15 ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡിഫെൻസീവ്ലി വർക്ക് ചെയ്യാത്തൊരു പ്ലെയർ, ഡിസിപ്ലിനറി ഇഷ്യൂസ് വെരി ക്വസ്റ്റ്യനബിൾ, ഈസ് എ ഗ്രേറ്റ് പ്ലെയർ, ടെക്നിക്കലി റിയലി ഗുഡ്, ഭയങ്കര കാണാൻ രസമുള്ള പ്ലെയർ ആണ്. പക്ഷേ ലൂണ നൽകുന്ന എല്ലാം ബൂമൂസ് നൽകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ മിസ്റ്റേക്കൺ. ആൻഡ് ഞാൻ ഗ്യാരണ്ടി പറയട്ടെ, ബൂമൂസ് കളിച്ച ആ ഒരു FC ഗോവ ടീമില്ലേ, ആ ടീമിലോ മുംബൈ സിറ്റിയിലോ ആ ATKയിലോ അത്രയും ടാലന്റിന്റെ ചുറ്റും നിങ്ങൾ ലൂണേനെ ഇട്ടാൽ ബൂമൂസ് പ്രൊഡ്യൂസ് ചെയ്ത നമ്പേഴ്സോ അതിൽ 1-2 കൂടുതലോ ലൂണ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യും. ഗ്രെഗ് സ്റ്റുവർട്ട് 2021-22 10 ഗോള് 10 അസിസ്റ്റ് ജംഷഡ്പൂരിന് വേണ്ടി, ലൂണേനേക്കാളും കൂടുതൽ മൊത്തം 20 ഗോൾ കോൺട്രിബ്യൂഷൻ. ലൂണയ്ക്ക് എത്രയായിരുന്നു? 13 എന്തോ ഉണ്ടായിരുന്നുള്ളൂ ആ സീസൺ. പക്ഷേ ആ സീസൺ നമുക്കറിയാം സെമിയിൽ ജംഷഡ്പൂരായിട്ട് 2 ലെഗ് ഉണ്ടായിരുന്നു. 2 ലെഗിലും ഗ്രെഗ് സ്റ്റുവർട്ട് ബ്ലാങ്ക്ഡ്, ഗോളോ അസിസ്റ്റോ ഇല്ല. ലൂണ ഗോൾ അടിച്ചു, നമ്മൾ ഫൈനലിൽ കയറി. ബിഗ് ഗെയിം പ്ലെയർ എന്ന രീതിയിൽ ലൂണ ആ മൊമെന്റിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. പിന്നീട് 2022-23 സീസണിൽ സ്റ്റുവർട്ടിന് ലൂണേനേക്കാളും 5 ഗോൾ കോൺട്രിബ്യൂഷൻ കൂടുതലുണ്ടായിരുന്നു മുംബൈ സിറ്റി കളിക്കുമ്പോൾ.
അപ്പം ഞാൻ പറഞ്ഞ ആ ഒരു ടീമില്ലേ, അപ്പൂയും ജാഹുവും പുറകിൽ, അതിൻ്റെ മുമ്പിൽ സ്റ്റുവേർട്ട്, ലെഫ്റ്റിൽ ബിപിൻ, റൈറ്റിൽ ചാങ്തെ, മുമ്പിൽ പെരേര ഡിയസ്. ലൂണ ആ ടീമിൽ കളിച്ചിരുന്നെങ്കിൽ എത്ര കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ, 5 ഗോൾ കോൺട്രിബ്യൂഷൻ ഡിഫറൻസ് ആണ്. ആ ഒരു ഡിഫറൻസ് ലൂണയ്ക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾ ജെന്യുവൻലി വിശ്വസിക്കുന്നുണ്ടോ? നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾ കുറേ പറഞ്ഞു. ഇപ്പം 2 സീസൺ സ്റ്റുവേർട്ടിന് കൂടുതൽ നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 2 സീസൺ ബൂമൂസിന് നമ്പേഴ്സ് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ഈ എല്ലാ ഫാക്ടേഴ്സ് നിങ്ങൾ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. കാരണം ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ബേസ്ലെസ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ നമ്പേഴ്സ് നോക്കിയാലും ആനയും ആടും തമ്മിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഈ ലൂണാനെ ഈ ടീമിൽ നിന്ന് പിടിച്ച് മാറ്റിയാൽ ഈ ടീം പച്ച പിടിക്കും, അങ്ങനത്തെ വലിയ ഡിഫറൻസ് ഒന്നും ഈ നമ്പേഴ്സിലും ഇല്ല. ഈ അണ്ടർലൈങ് ഫാക്ടേഴ്സ് നോക്കിയാൽ ഒട്ടുമില്ല. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിന് ഞാൻ ഒട്ടും എതിരല്ല. ഞാൻ തന്നെ ഈ ചാനലിൽ ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് മോശമായിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചൂണ്ടി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ദ പ്രോബ്ലം ഈസ്, നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി നിങ്ങളുടെ പേര് പോലും വെളിപ്പെടുത്താണ്ട്, നിങ്ങളുടെ ഫേസ് പോലും കാണിക്കാണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് മൊബൈലിൽ കുറേ കമൻറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കുറച്ചൊരു ടോക്സിക് എൻവയൺമെൻറ്റ് ആക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും, ക്ലബിനോ ഗുണവുമില്ല, പ്ലെയറിനോ ഗുണവുമില്ല. പിന്നെ ഇപ്പം ഞാൻ എടുത്ത് പറഞ്ഞ പ്ലെയേഴ്സ് അല്ലാണ്ട് പുറത്തെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ നമ്പർ 10 ഇഷ്ടം പോലെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട്. അതൊക്കെ എനിക്ക് മനസ്സിലാവും. അത് ഏത് കൊച്ചിനോട് പറഞ്ഞാലും മനസ്സിലാവും. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് ഞാനോ നിങ്ങളോ ഒന്നും അല്ല, അത് ക്ലബ്ബ് എടുക്കേണ്ട ഡിസിഷനാണ്. അത് അവരെടുക്കാത്തിടത്തോളം കാലം ഇവിടെയുള്ള ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയറിനെ നമ്മൾ എന്തിനു തള്ളി പറയണം? 5-6 മാസങ്ങൾക്ക് ശേഷമാണ് പുള്ളി കളിക്കുന്നത്. ഒരു വലിയ ഇഞ്ചുറിക്ക് ശേഷമായിരുന്നു കഴിഞ്ഞ സീസണിലേക്ക് വരുന്നത്. ലൂണയ്ക്ക് ഇപ്പോഴും ഈ 2021 നമ്മുടെ ക്ലബ്ബിൽ വന്നതിന് ശേഷം ഈ ദിവസം 2025 വാട്ട് എവർ ദ ഡേ മേ ബി, ആ ദിവസം വരെ വേറൊരു ഓഫർ വന്നിട്ടില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഈ പോണെങ്കിൽ എപ്പോൾ ലൂണയ്ക്ക് പോകായിരുന്നു? ഹീ സ്റ്റേയിങ് ഹിയർ ഫോർ എ റീസൺ ബ്രോ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹി വാണ്ട്സ് ടു വിൻ തിങ്സ്. ഈ ഫാൻസിന് എന്തെങ്കിലും കൊടുക്കണമെന്നുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഇത് പുള്ളിയുടെ ഉള്ളിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ ഇദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? ഒരു ബെസ്റ്റ് പ്ലെയർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 2000 ആ ഫൈനൽ കളിച്ച കൊല്ലം ഈ ടീമിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ലൂണയായിരുന്നു. അതിൽ സംശയമൊന്നുമില്ല. ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ് പുള്ളി തന്നെയായിരുന്നു. വാസ്കസും ഡിയാസും അടിപൊളിയായിട്ട് കളിച്ചു. ആ ട്രയോ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു. പിന്നിൽ കളിച്ചവരും കളിച്ചു. അങ്ങനെ ഒരു പ്ലെയർ ആ സീസണിൽ ടീമിനെ ഫൈനലിലേക്ക് ലീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആസ് എ ക്ലബ് ഒരേ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ആ പ്ലെയറിൻ്റെ ചുറ്റും ആ കോറിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് എവിടേക്കാണോ വീക്ക്നെസ് അവിടെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുക. അടുത്ത കൊല്ലം കപ്പടിക്കാനുള്ളൊരു ടീമിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതാണ് മെയിൻ സംഭവം. അത് നമ്മൾ ചെയ്യാത്തിടത്തോളം കാലം ഇങ്ങനെ റൊട്ടേഷൻ ഓഫ് പ്ലെയേഴ്സ് വരികയാണ്. ലൂണ മാത്രം ഒരു പ്ലെയർ ഉണ്ട്, അതിൻ്റെ ചുറ്റുമുള്ള ഫോറിനേഴ്സും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കോൺസ്റ്റൻ്റ്ലി ക്ലബിൻ്റെ ഈ ഒരു റിവോൾവിംഗ് ഡോർ പോളിസി, മാനേജേഴ്സ് ആയിക്കോട്ടെ പ്ലെയേഴ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതിനൊന്നും ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. നിങ്ങൾ പറയുന്ന ലൂണ ഗോളുകൾ അടിക്കുന്നില്ല, അസിസ്റ്റുകൾ അടിക്കുന്നില്ല, ലൂണയുടെ കാര്യം തീർന്നു, മോശമാണ്, ഇതാണ്. എനിവേ ബോട്ടം ലൈൻ ഈസ്, ലൂണ ഈ മാച്ച് കളിക്കണം. നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ പിടിച്ച് ബെഞ്ചിലിരുത്താം, പിടിച്ച് പുറത്തിരുത്താം, അതൊക്കെ കോച്ചിൻ്റെ തീരുമാനമാണ്. പെർഫോമൻസുകൾ നന്നായില്ലെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും നിലവിൽ ഇനി ഒരു നമ്പർ 10 ഈ ക്ലബിലേക്ക് വരികയില്ല. ഈ ഒരു പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ ഈ സീസൺ കഴിയാണ്ട് ഇനി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. എന്തായാലും അവിടെ വരെ നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആകുമ്പോഴത്തേക്കും ലൂണാനെ ഈ ടീമിൽ നിന്നെടുത്ത് മാറ്റിയാൽ ബാക്കി ഈ ടീമിൻ്റെ എല്ലാ എലമെൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ പ്ലെയറും 100% ഇടുന്നുണ്ട്. ലൂണ മാത്രം ഒരു 50% 60%ലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിപ്ലേസ്മെന്റിനെ കണ്ടെത്തുക തന്നെ വേണം. അതാണ് എൻ്റെ നിലപാട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ലൂണ കളിക്കണമെന്ന് ഞാൻ എന്തായാലും പറഞ്ഞല്ലോ. പക്ഷേ ഈ ഒരു ലൈനപ്പിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങിയ 2 പേര് ഉണ്ടാവരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് ഒബ്വിയസ്ലി സന്ദീപോ ദാനിഷോ സഹീഫോ അല്ല. കാരണം അവർ 3 പേരും എന്തായാലും ഉണ്ടാവരുതെന്ന് നമുക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിഹാലിനെയും കോറൂനെയും കുറിച്ചാണ്. അതിന് 2 കാരണങ്ങളും ഉണ്ട്. അതിൻ്റെ മെയിൻ കാര്യം, ഈ 2 പ്ലേയേഴ്സിൻ്റെയും ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ തോമസ് ജോർജ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവരുടെ വീക്ക്നെസ് എന്താണെന്നും ഇവരെ എങ്ങനെ പിടിച്ചു കെട്ടണമെന്നും ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ഒരു പക്ഷേ ഒരു വിങ്ങിൽ നമ്മളൊരു ടിയാഗോനെയൊക്കെ കളിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ടാവും. ഒരു ഫ്രഷ് ചാലഞ്ച് ആയിരിക്കും. ഇതിനു മുമ്പ് ഇവിടെ കളിച്ച് കണ്ടിട്ടില്ലാത്തൊരു പ്ലെയറാണ്. അപ്പോൾ ആ ഒരു സർപ്രൈസ് എലമെന്റ് നമുക്ക് ഈ മാച്ചിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ഡൽഹിയുടെ ആ ഒരു ഡിഫൻസീവ് സെറ്റപ്പ് ആണ്. അവർ 3 മാൻ ഡിഫൻസ് ആണ് കളിക്കുന്നത്. അതിലുള്ള 3 പ്ലേയേഴ്സ് ആയാലും റാഫി ആയാലും റിബേറോ ആയാലും അലക്സ് അജി ആയാലും കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ആണ്. അവർ ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവർ ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ഫോറിൻ വിങ്ങർ കുറച്ചും കൂടെ ഒന്ന് ഒരു ടെക്നിക്കൽ എബിലിറ്റി ഉള്ള, കളിയിലെ എക്സ്പീരിയൻസ് കൊണ്ട് എങ്ങനെ മുന്നിൽ എത്താമെന്ന് ഒരു ഐഡിയ ഉള്ള ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എസ്പെഷ്യലി റാഫിയൊക്കെ ഭയങ്കര ഈസി ആയിട്ട് കമ്മിറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കളിയിൽ ഗോൾ കൺസിഡർ ചെയ്തപ്പോൾ ആ റാഫി കമ്മിറ്റ് ചെയ്തത് നമ്മൾ കണ്ടിരുന്നു. മുംബൈ സിറ്റിക്കെതിരെ ഭയങ്കര അഗ്രസീവായിട്ട് കമ്മിറ്റ് ചെയ്തു. മുംബൈ സിറ്റി പ്ലെയർ നൈസായിട്ട് ബീറ്റ് ചെയ്ത്
ബൈലൈനിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ക്രോസ് കൊടുത്തു, അത് ഗോളായി. സ്കോർ സ്റ്റാർട്ട് ചെയ്താലും എനിക്ക് അതിൽ അത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ എന്തായാലും അപ്പുറത്തെ വിങ്ങിൽ ടിയാഗോ ഇറങ്ങണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബേസിക്കലി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി അധികം മത്സരങ്ങളില്ല. ഈ ഒരു മാച്ച് നമ്മൾ ജയിക്കണം, അത് കഴിഞ്ഞിട്ട് മുംബൈ സിറ്റി ആയിട്ടുള്ള മാച്ച് നമ്മൾ ജയിക്കണം, നമ്മൾ ക്വാളിഫൈ ആവണമെങ്കിൽ. ടെക്നിക്കലി നമ്മൾ ക്വാളിഫൈ ആവണം എന്ന് തന്നെയാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് എല്ലാവരും കളിച്ച് അവർക്ക് എല്ലാവർക്കും ആ ഒരു കോമ്പറ്റിറ്റീവ് ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു ഫീല് കിട്ടണം. അപ്പോൾ അതാണ് ഫൈനൽ പോയിന്റ്. എന്തായാലും ഈ ഒരു മത്സരത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രഡിക്റ്റഡ് ലൈനപ്പ്, ഇതെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇറ്റ് ഹെൽപ്സ് വിത്ത് ദി ആൽഗോരിതം. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും യു ടേക്ക് കെയർ മൈ ഫ്രണ്ട്. ബൈ ഫോർ നൗ.